ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നൊരു വീക്കെൻഡ് ആയതുകൊണ്ട് നമ്മൾ വിചാരിച്ചു ഗോൽക്കൊണ്ട ഫോർട്ട് കാണാൻ പോകാമെന്ന്. അപ്പോൾ അവിടെ ഒരു സൺസെറ്റിൻ്റെ ടൈമാണ് അടിപൊളിയെന്ന് നമ്മുടെ ഫ്രണ്ട്സൊക്കെ പറഞ്ഞുകൊണ്ട് ഞങ്ങൾ വിചാരിച്ച് ലഞ്ചൊക്കെ കഴിഞ്ഞിട്ട് പോകാമെന്ന്. അപ്പോൾ ഞങ്ങളിപ്പോൾ ലഞ്ച് കഴിക്കാനായിട്ട് മന്തി 36 വന്നേക്കാം. ഇവിടത്തെയും അസീബോലി മന്തി നമ്മുടെ ഭയങ്കര ഫേവറേറ്റാണ്. നമ്മളെപ്പോഴും ഇങ്ങനെ വീക്കെൻഡ്സൊക്കെ ആകുമ്പോൾ പുറത്തുനിന്ന് മന്തി കഴിക്കാനാണ് പ്ലാനെങ്കിൽ ഞങ്ങൾ മോസ്റ്റ്ലി ഇപ്പോൾ മന്തി 36 തന്നെയാണ് വരാറ്. മന്തിയും പിന്നെ ഇവിടുത്തെ ഒരു സ്റ്റാർട്ടർ ഉണ്ട്, ഒരു ക്രീമി ചിക്കൻ കോമ്പിനേഷനിൽ വരുന്നത്. പക്ഷെ അതിൻ്റെ പേര് ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു. അപ്പോൾ ഞങ്ങൾ വെയിറ്ററിനെ വിളിച്ചിട്ട് അതിൻ്റെ പേരെന്താണെന്നൊക്കെ ചോദിച്ചിട്ട് അത് തന്നെ ഓർഡർ ചെയ്തു. ഭയങ്കര അടിപൊളിയാണ്. അതാണ് ഇപ്പോൾ നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുന്നത്. ക്രീമി ചിക്കൻ ഒരു കോമ്പിനേഷൻ വരുന്നത്. പിന്നെ ഞങ്ങൾ മെയിൻ കോഴ്സായിട്ട് പിന്നെ മന്തി അൽഫാം ചിക്കൻ മന്തിയാണ് പറഞ്ഞത്. പക്ഷേ ഇവിടുത്തെ ജ്യൂസി മട്ടൻ മന്തി അടിപൊളിയാണ്. അതും നല്ല നല്ല അടിപൊളിയാണ്. ഞങ്ങൾ മുമ്പ് കഴിച്ചിട്ടുണ്ട് ജ്യൂസി മട്ടൻ മന്തി. ഇപ്പം നമ്മൾ അൽഫാം ചിക്കൻ മന്തി തന്നെ ഓർഡർ ചെയ്തു. എനിക്കിവിടെ വന്നിട്ട് ഹൈദരാബാദി ബിരിയാണിയേക്കാളും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഇവിടുത്തെ മന്തി ആട്ടോ. നമ്മളിപ്പോൾ മന്തി 36 നല്ലതായിരുന്നു അൽഫാം മന്തി. ഇപ്പോൾ നമ്മൾ ഗോൽക്കൊണ്ട ഫോർട്ട് പോകാമെന്ന് വിചാരിക്കാം. നമ്മുടെ ബാക്കി ഫ്രണ്ട്സിനൊക്കെ വേണ്ടി വെയിറ്റ് ചെയ്തു. അങ്ങനെ ഞങ്ങളിപ്പോൾ മന്തി 36 ഇറങ്ങി. ഇനി ഓൺ ദ വേ ആണ് നമ്മുടെ 3 ഫ്രണ്ട്സും കൂടെ ഉള്ളത്, സായിന്തും അനഘയും ജോസ്മിയും. അപ്പോൾ നമ്മൾ അവരെ പിക്ക് ചെയ്തിട്ട് ഇനി നേരെ ഗോൽക്കൊണ്ട പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ അവരെ പിക്ക് ചെയ്യാനായിട്ട് ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുക. Say hi to my YouTube channel. അങ്ങനെ അവർ 3 പേരും വന്നു. ഇപ്പം നമ്മൾ നേരെ ഗോൽക്കൊണ്ട ഫോർട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കാം. നമ്മൾ മറ്റേ ഊബർ എക്സൽ എടുത്തപ്പോൾ നമ്മൾ 7 പേർക്ക് ഒരുമിച്ച് പോകാമല്ലോ. അപ്പോൾ ഇനി ഇവിടുന്ന് സത്യം പറഞ്ഞാൽ കുറച്ച് ദൂരമുണ്ട്. ഞങ്ങൾ മന്തി കഴിച്ചത് ഗച്ചിബോളി എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്നാണ്. അവിടുന്ന് ഓൾമോസ്റ്റ് ഒരു ഹാഫ് ആൻ അവറിൻ്റെ ജേർണി ഉണ്ട്. നമ്മൾ ഗോൽക്കൊണ്ട എത്തി. ഇതാണ് ഗോൽക്കൊണ്ട ഫോർട്ടിൻ്റെ വെരി ഫസ്റ്റ് വ്യൂ. നമ്മൾ കയറിയ പാടെ കാണുന്നത്. നമ്മൾ ടിക്കറ്റ് എല്ലാം എടുത്തു. എന്നിട്ട് നമ്മൾ ഉള്ളിലോട്ട് എൻ്റർ ചെയ്യാൻ വേണ്ടി പോവാം. ടിക്കറ്റ് ഓൺലൈനായിട്ടാണ് എടുത്തത്. കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ഗോൽക്കൊണ്ട ഫോർട്ടിൻ്റെ ഉള്ളിലോട്ട് കയറുക. അപ്പം ഇവിടെ നമ്മൾ കയറിയ ഫ്രണ്ടിൽ തന്നെ ഒരു പോയിൻ്റ് ഉണ്ട്. എനിക്കൊന്ന് എക്കോ പോയിൻ്റ് എന്നാണ് അതിന് പറയുന്നത്. ഇപ്പം ഇത് ഈ മുകളിൽ കാണുന്നില്ലേ ഒരു സർക്കിൾ, ഒരു കുഞ്ഞ് സർക്കിൾ, അതിൻ്റെ തൊട്ട് താഴെ നമ്മൾ നിന്നിട്ട് നമ്മൾ ക്ലാപ്പ് ചെയ്യുവാണെങ്കിൽ അതിൻ്റെ എക്കോ ഭയങ്കര ലൗഡായിട്ട് നമുക്ക് കേൾക്കും, ഭയങ്കര സൗണ്ട്. എന്നാൽ അതൊന്ന് മാറി നിന്നിട്ട് നമ്മൾ ക്ലാപ്പ് ചെയ്യുമ്പോൾ സൗണ്ട് ഇല്ല. അപ്പോൾ ഞങ്ങൾക്ക് ഇങ്ങനെ ഇതെന്താ ശരിക്കും ഇങ്ങനെ നല്ല രസമുണ്ടായിരുന്നു. കാരണം അതിനടി മാത്രം നിൽക്കുമ്പോൾ ഇങ്ങനെ ഫുൾ സൗണ്ട് വന്നുകൊണ്ടിരിക്കാം. നമ്മൾ ഉള്ളിൽ കയറിയപ്പോഴാണ് ശരിക്കും മനസ്സിലായത് നമ്മൾ പുറത്തു നിന്ന് ഗോൽക്കൊണ്ട ഫോർട്ട് കാണുമ്പോൾ ശരിക്കും ഭയങ്കര ചെറുതുപോലെയാണ്. പക്ഷെ ഉള്ളിൽ കയറിയപ്പോഴാണ് എത്ര ഹ്യൂജാണ്, എത്ര വലിയൊരു ഏരിയ ആണെന്ന് മനസ്സിലാവുന്നത്. അപ്പം നമ്മളിപ്പോൾ കാണുന്ന സ്ഥലത്തോട്ടൊക്കെ നമ്മൾ കയറി പോകണം. അങ്ങനെയാണ് ഗോൽക്കൊണ്ട ഫോർട്ടിൻ്റെ ഏറ്റവും ടോപ്പിൽ എനിക്ക് തോന്നുന്നു ഒരു ടെമ്പിൾ ഉണ്ട്, പിന്നെ കുറച്ച് നേരം ഒരു മോസ്ക് ഉണ്ട്, അങ്ങനെയൊക്കെ. അപ്പോൾ ഭയങ്കര അടിപൊളിയായിട്ട് കുറേ ബ്രിക്സും ഇതൊക്കെ ആയിട്ട് കുഞ്ഞ് നമ്മളിങ്ങനെ പറയില്ലേ കരിങ്കല്ല് പോലത്തെ സ്റ്റോൺസ് കൊണ്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഭയങ്കര അടിപൊളിയായി കാണാനായിട്ട്. ഗോൽക്കൊണ്ട ഫോർട്ട് ആദ്യം 11th സെഞ്ച്വറിയിൽ പണി കഴിപ്പിക്കുന്ന സമയത്ത് ഇത് മഡ് വാൾസ് വെച്ചിട്ടായിരുന്നു ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. പിന്നീട് കുറച്ച് കാലം കഴിഞ്ഞിട്ട് കുത്തബ് ഷാഹി കിങ്സാണ് ഇത് ഗ്രനൈറ്റ് ബ്ലോക്സ് വെച്ചിട്ട് റീബിൽഡ് ചെയ്തത്. അപ്പം ഇതിനകത്ത് ഭയങ്കര കൂളിംഗ് ആണ്. പുറത്ത് വെയിലുണ്ടെങ്കിലും നമ്മൾ ഇതിൻ്റെ ഉള്ളിലോട്ടൊക്കെ ഇങ്ങനെ പോവുമായിരുന്നു. ഭയങ്കര പേടിയാവും, കാരണം അധികം ലൈറ്റൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ നമ്മൾ ഫോണിൻ്റെ ഫ്ലാഷ് ലൈറ്റൊക്കെ വെച്ച് നമ്മൾ പോയായിരുന്നു. അപ്പോൾ ബാക്കിൽ നമ്മളെ പറഞ്ഞിങ്ങനെ പേടിപ്പിക്കാൻ പറഞ്ഞാണെന്നൊന്നും അറിഞ്ഞുകൂടാ. ഗോൽക്കൊണ്ട ഫോർട്ട് ഹോണ്ടഡ് ആണെന്നൊക്കെ അങ്ങനെയൊക്കെ അവർ പറഞ്ഞ് നമ്മളെ പേടിപ്പിക്കുമായിരുന്നു. അപ്പോൾ എന്നിട്ട് നമ്മുടെ ഒരു ഫ്രണ്ട് നമ്മളെ പേടിപ്പിക്കാനായിട്ട് വേറെ വഴി കൂടെയൊക്കെ വരുമായിരുന്നു. ഞങ്ങൾ കുറച്ച് നേരമൊക്കെ അതിൻ്റെ ഉള്ളിൽ കൂടെയൊക്കെ നടന്നു. പക്ഷെ കുറച്ച് പേടിയാവും, ലൈറ്റൊന്നും ഇല്ല. അപ്പോൾ നമ്മൾ തന്നെ ഇങ്ങനെ ഫോണിൻ്റെ ലൈറ്റൊക്കെ വെച്ച് പോയിക്കൊണ്ടിരുന്നായിരുന്നു. എന്നിട്ട് നമ്മൾ കുറച്ച് നേരമൊക്കെ അതിൻ്റെ ഉള്ളിൽ കൂടെ നടന്നു. എന്നിട്ട് പിന്നെ നമ്മൾ പുറത്തോട്ട് ഇറങ്ങി, കാരണം അതിന് ഉള്ളിൽ ഇങ്ങനെ കുറേ ഉള്ളിലോട്ട് ഇങ്ങനെ പോകാനുണ്ട്. അത് കഴിഞ്ഞ് പുറത്തിറങ്ങിയിട്ട് നമ്മൾ നേരെ പോയത് ഒരു മോസ്കിൻ്റെ അവിടേക്കാണ്. ഒരു താരാമതി മോസ്ക് എന്ന് പറഞ്ഞിട്ടുള്ള മോസ്ക് ഉണ്ട്. അപ്പോൾ ഇതാണ് ആ മോസ്ക്. ഈ മോസ്കിൻ്റെ അവിടെ ഭയങ്കര പീസ്ഫുള്ളായിരുന്നു കേട്ടോ. ഈ മോസ്കിൻ്റെ മുകളിലായിട്ട് കുറേ ബേർഡ്സ് ഒക്കെ ഉണ്ട്. പിന്നെ ഇതിൻ്റെ ഫ്രണ്ടിൽ ഫുൾ ഗ്രാസ് ഇട്ടിട്ടുള്ള സ്ഥലം. അപ്പോൾ കുറേ പേര് അവിടെ വന്നിങ്ങനെ റിലാക്സ് ചെയ്യാനൊക്കെ ആയിട്ട് ഇരിക്കുന്നുണ്ട്. നമ്മളും ചുമ്മാ കുറച്ച് നേരം അവിടെയൊക്കെ പോയിരുന്നു. ഫുള്ളിങ്ങനെ നടന്നെല്ലാം കണ്ടു. ഇവിടെ വന്നിട്ട് ഞാൻ കണ്ട ഒരു സ്ഥാനം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലായിടത്തും ഒരു എൻട്രൻസ് ഉണ്ടാവും. പിന്നെ അവിടെ നിന്ന് ഇങ്ങനെ കുറേ വഴികളുണ്ടായിരിക്കും. എനിക്ക് തോന്നുന്നു, എനിക്കറിയില്ല ഇത് കറക്റ്റ് അങ്ങനെ തന്നെയാണോ എന്നുള്ളത്, ഒരു ഡിഫെൻസ് മെക്കാനിസം പോലെ ഉപയോഗിച്ചിരുന്നതാണെന്ന് എനിക്ക് തോന്നുന്നു.
പിന്നെ നമ്മൾ അവിടുന്ന് നേരെ കുറച്ച് ഫ്രണ്ടിലോട്ട് നടന്നപ്പോൾ ദർബാർ ഹാളിലോട്ടുള്ള വഴിയായിരുന്നു. ഇവിടുന്ന് അങ്ങോട്ട് ഫുൾ സ്റ്റെപ്സാണ്. സ്റ്റെപ്പ് കയറി കയറി മുകളിൽ വരെ എത്തണം. അവിടെ നിന്നാണ് ആക്ച്വലി ഭയങ്കര ബ്യൂട്ടിഫുൾ ഒരു വ്യൂ ഉള്ളത്. നമുക്കിങ്ങനെ ഓൾമോസ്റ്റ് ഹോൾ ഹൈദരാബാദ് കാണാൻ പറ്റുന്ന പോലത്തെ. അപ്പോൾ നമ്മളിപ്പോൾ സ്റ്റെപ്പ് കയറാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ. അപ്പോൾ ഇവിടുന്ന് ഇങ്ങനെ കുറച്ച് കയറുമ്പോൾ നമുക്കിങ്ങനെ ഒരു വ്യൂ പോയിൻ്റ് പോലെ ഉണ്ട്. അപ്പോൾ അവിടുന്ന് നോക്കുമ്പോൾ നമുക്കിങ്ങനെ മൊത്തം കുറേ ഏരിയ കാണുമ്പോൾ നല്ല രസമായിരുന്നു. നമ്മളിപ്പോൾ ഇങ്ങനെ കയറി തുടങ്ങിയിട്ടുള്ളൂ. പക്ഷെ കയറി ലാസ്റ്റ് കുറച്ചൊക്കെ എത്തിയപ്പോഴത്തേക്കും മടുത്ത് തുടങ്ങി. കാരണം എൻ്റെ ഈ നടത്തം കണ്ടാൽ തന്നെ മനസ്സിലാവും എനിക്ക് മടുത്ത് തുടങ്ങിയത്. കാരണം അപ്പോഴത്തേക്കും ഭയങ്കരമായിട്ട് വയ്യാണ്ടായി തുടങ്ങിയിരുന്നു. പക്ഷെ വ്യൂ ഒന്നും പറയാനില്ല, ഭയങ്കര അടിപൊളിയായിരുന്നു. അപ്പോൾ ഞങ്ങൾ കുറച്ച് കയറിയിട്ട് ഒരു സ്പേസ് എത്തിയപ്പോൾ ആക്ച്വലി ഈ സ്പേസിൽ നിന്നും ഭയങ്കര അടിപൊളിയായിരുന്നു കാണാനായിട്ട്. കാരണം ഗോൽക്കൊണ്ട ഫോർട്ടിൻ്റെ അപ്പോൾ നമ്മളിങ്ങനെ അല്ലെങ്കിൽ ഇത്രയും നമ്മൾ കയറി വന്നോ, ഗോൽക്കൊണ്ട ഫോർട്ടിൻ്റെ തന്നെ ഒരു ഭയങ്കര വലിയ വ്യൂ കാണാൻ പറ്റും. പിന്നെ ഈ ഒരു പോയിന്റ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. കാരണം ആ ഒരു ഹാളിലൂടെ നമുക്ക് ഇങ്ങനെ ഒരു താഴെയുള്ള സാധനങ്ങളൊക്കെ ഭയങ്കര കുഞ്ഞു ബിൽഡിങ്സ് ആയിട്ട് കാണാനുള്ള. അപ്പോൾ അതും നല്ല രസമുണ്ടായിരുന്നു. ഓൾമോസ്റ്റ് മുകളിലെത്താനായി. ഇപ്പോൾ ഓൾമോസ്റ്റ് സൺ സെറ്റ് ചെയ്യണ സമയം പോലെ ആയിട്ട്. അപ്പോൾ വീലെല്ലാം കുറഞ്ഞു, നല്ല കാറ്റുണ്ട്. ഇനി മുകളിലെത്തിയിട്ട് മുകളിലെ വ്യൂസ് ഞാൻ കാണിച്ചു തരാം. നമ്മൾ ഏറ്റവും ടോപ്പിലെത്തി. ഇവിടുന്ന് ആക്ച്വലി ഭയങ്കര അടിപൊളി വ്യൂ ആണ്, നല്ല സൺസെറ്റ് വ്യൂ ആണ്. ശരിക്കും പറഞ്ഞാൽ മുകളിലെത്തിയപ്പോഴത്തേക്കും ഭയങ്കരമായിട്ട് ടയേർഡായിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ഇവിടെ എത്തിയിട്ടുള്ള ഒരു സൺസെറ്റ് വ്യൂ എന്ന് പറയുന്നത് ഭയങ്കര അടിപൊളിയായിരുന്നു. നമുക്കിങ്ങനെ ഇത്രയും കയറി വന്നത് ഭയങ്കര വേർത്തായിട്ട് ഫീൽ ചെയ്യുന്നതായിരുന്നു. നമ്മളിവിടെ എത്തിയത് ഓൾമോസ്റ്റ് കറക്റ്റ് സമയത്ത്. ഇവിടെ സെക്യൂരിറ്റീസ് ഒക്കെ വന്നിട്ട് എല്ലാവരെയും താഴോട്ട് ഇറക്കി തുടങ്ങി. 5 കഴിഞ്ഞാൽ മുകളിലോട്ട് കയറ്റില്ലെന്ന് തോന്നുന്നു. ഇപ്പോൾ ഓൾമോസ്റ്റ് 5:30 6 ആവാനായി. നമ്മളിപ്പോൾ താഴത്തോട്ട് ഇറങ്ങാം. ഞങ്ങളിങ്ങനെ പയ്യെ താഴോട്ട് ഇറങ്ങിയിട്ട് ഇവിടുന്ന് മുകളിലോട്ട് നോക്കുമായിരുന്നു കേട്ടോ. ഇത്രയൊക്കെ ഞങ്ങൾ കയറിപ്പോയ സ്ഥലങ്ങളായിരുന്നു. പക്ഷെ താഴെ എത്തിയപ്പോഴത്തേക്കും ഫുള്ളൊരു ഗോൾഡൻ ടച്ചായിരുന്നു എല്ലാത്തിലും. ഈ സ്റ്റോൺസിലൊക്കെ മറ്റേ സൺലൈറ്റ് വന്ന് അടിച്ച് നല്ല രസമുണ്ടായിരുന്നു. ഞങ്ങൾ ഇറങ്ങി പോകുന്ന സമയത്ത് അവിടെ മറ്റൊരു ലേസർ ഷോ എന്തോ ഉണ്ട്, പക്ഷെ നമ്മളതിന് നിന്നില്ല. എന്നിട്ട് നമ്മൾ നേരെ രാത്രിയത്തെ ഫുഡ് കഴിക്കാനായിട്ട് റോസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കഫേ പോയി. കഫേ എത്തിയിട്ട് രാത്രി ഞാനിങ്ങനെ എന്ത് കഴിക്കുന്ന ആലോചിക്കുകയായിരുന്നു. പക്ഷേ ഇവിടെ കുറേ ഡെസേർട്ട്സ് ഉണ്ടായിരുന്നു. ഡെസേർട്ട്സിൻ്റെ ഭയങ്കര ഫേവറേറ്റാണ്. അപ്പോൾ അവിടെ കുറേ ഉണ്ടായിരുന്നതുകൊണ്ട് ഞങ്ങളിങ്ങനെ ഫുൾ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു എന്താ ഓർഡർ ചെയ്യേണ്ടതെന്ന്. പക്ഷേ ലാസ്റ്റ് ഞങ്ങൾ ഐസ്ക്രീം ഓർഡർ ചെയ്ത് ഐസ്ക്രീമൊക്കെ കഴിച്ച് കുറച്ച് നേരം അവിടെ നിന്ന് ചില്ല് ചെയ്തിട്ട് ഇന്നത്തെ ഒരു ഡേ ഞങ്ങൾ എൻഡ് ചെയ്തു.